Good morning. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3 ലെസൺ കംപ്ലീറ്റ് ആക്കി അല്ലേ? നമുക്ക് ഇന്ന് 4th ലെസൺ ആണ് എടുക്കേണ്ടത് അല്ലേ? 4th ലെസൺ എന്താ പേര്? 4th ലെസന്റെ all of you take a textbook. Listen here. അപ്പോൾ പാഠം 4 അല്ലേ? 4 പാഠം 4 കടലോരത്തെ കാഴ്ചകളാണ് നമുക്ക് എടുക്കേണ്ടത്. എന്താ പേര്? കടലോരത്തെ കാഴ്ചകൾ. പേജ് നമ്പർ 18. എടുത്തോ എല്ലാവരും? എന്തേ അഫ്ലു എടുത്തോ? അതിന്റെ ലെസൺ കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മളെ മൂന്നാമത്തെ ലെസൺ കംപ്ലീറ്റ് ആയില്ലേ? 17 പാഠത്തിലെ 17 ഞാൻ പറഞ്ഞല്ലോ. മോൻ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിരുന്നില്ലേ? പറഞ്ഞില്ലേ? ആരൊക്കെ ഇല്ലാതിരുന്നത്? പേജ് നമ്പർ 17 എടുക്കുമ്പോ ഒന്നുകൂടി പറയാം മിസ്. അമന്ന അത് കഴിഞ്ഞായിരുന്നില്ലേ? ഞാനുണ്ടായിട്ടില്ല. അതെ അല്ലേ? അപ്പോ ഒന്നുകൂടി പറയാ, ശ്രദ്ധിക്കണേ എല്ലാവരും. ഓക്കെ, അപ്പൊ നമ്മള് എവിടെ വരെ എത്തിയ ഫ്ലോ? നേരം മാതൃക പോലെ മാറ്റി എഴുതാൻ എഴുതിയോ? പ്രവർത്തനങ്ങളിൽ 6 എഴുതിയിട്ടുണ്ടായിരുന്നോ? 6 കടങ്കഥ വരെ 5 കടങ്കഥ അല്ലേ? അതുവരെ അപ്പൊ ഒരു ക്ലാസ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മിസ് ഇല്ലേ? അമന്ന, അനഘ, ഇവരിൽ മാളവിക ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അനിഹ, മോഹൻ അല്ലേ? അനിഹ ആ പാഠം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി പറയാം മിസ്. അപ്പൊ മരത്തിലുണ്ട്, വരത്തിലില്ല, ആഴത്തിലുണ്ട്, ആനയിലില്ല. അത് പറഞ്ഞില്ലേ അഫ്ലോ? എന്തായിരുന്നു അത്? ഓക്കെ, മഴ. നെക്സ്റ്റ് കടങ്കഥ പകർത്തി എഴുതാൻ ഒന്നുകൂടി പറഞ്ഞു നമ്മൾ. അതിന്റെ താഴെ 2 വരികളിലായിട്ട് മരത്തിലുണ്ട്, വരത്തിലില്ല, ആഴത്തിലുണ്ട്, ആനയിലില്ല. അത് പകർത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ ബാക്കി എല്ലാവരും? യെസ്. അപ്പൊ അഫ്ലു അത് കംപ്ലീറ്റ് ചെയ്തില്ലേ? അപ്പൊ നെക്സ്റ്റ് പേജ് 17 അല്ലേ? അതിൽ 6th പഠന പ്രവർത്തനങ്ങളിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മാതൃക പോലെ മാറ്റി എഴുതാം. വെയിൽ എന്താ എഴുതിയത് നമ്മള്? വെയിലത്ത്. ഓക്കെ, വെയിൽ വെയിലത്ത്, മഴ മഴയത്ത്, മഴയത്ത്, കാറ്റത്ത്. നെക്സ്റ്റ് നിലാവ് നിലാവത്ത്. എഴുതിയോ? എഴുതല്ലോ. അഫ്ലു ടേക്ക് പെൻസിൽ എടുത്തിട്ട് എഴുതിയേ. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾ എഴുതിയിട്ടുണ്ടായിരുന്നോ? എല്ലാവരും ഇപ്പൊ ഇവിടെയുള്ള എല്ലാ കുട്ടികളും എഴുതിയോ? ഓക്കെ, ജുവൽ എഴുതിയിട്ടുണ്ട് അല്ലേ? ജുവല് സയാൻ, ഹന്ന, അമന്ന എഴുതിയിട്ടുണ്ട്, മാളവിക, അനീറ്റ എഴുതിയ മോളെ? ഓക്കെ, അത് കഴിഞ്ഞാണ് അല്ലേ? അപ്പൊ അഫ്ലു ഒന്ന് ലീവ് ആയതുകൊണ്ടാണ് കേട്ടോ. അഫ്ലു ഷക്സാദ് എഴുതിയിട്ടുണ്ട്. നാഫി എഴുതിയില്ലേ? നാഫി ഫിനിഷ് ആയില്ലേ ആ പാഠം? ഹൈഫ എഴുതിയില്ലേ? മൂന്നാമത്തെ പാഠം കംപ്ലീറ്റ് ആയില്ലേ എല്ലാവർക്കും? അനിഹ ഫിനിഷ്. അപ്പോ വെയിൽ വെയിലത്ത്, മഴ മഴയത്ത്, കാറ്റ് കാറ്റത്ത്, നിലാവ് നിലാവത്ത്. നെക്സ്റ്റ് പദസൂര്യൻ തയ്യാറാക്കാൻ പൂർത്തിയാക്കാനായിരുന്നു. മേഘം, മഴയോടനുബന്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? മേഘം, മിന്നൽ. എന്തൊക്കെയാ? എങ്ങനെയാ പൂരിപ്പിച്ചത് അത് അനിഹ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓക്കെ. എന്തെല്ലാം നമ്മള് പറഞ്ഞേ? മേഘ അതിലുണ്ട്, മിന്നൽ, ഇടി, കാറ്റ് അല്ലേ? അപ്പൊ എന്തൊക്കെയാ ഇതിന്റെ? മിന്നൽ, ഇടി, കാറ്റ്. ആ 3 അത് കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് എഴുതിയോ ഫ്ലൂ? ഫിനിഷ് ആയോ? നെക്സ്റ്റ് വർണ്ണന പൂർത്തിയാക്കാനാണ്. താഴെ കൊടുത്ത പദങ്ങൾ ചേർത്ത് വർണ്ണന പൂർത്തിയാക്കുക. എന്താ വർണ്ണന?
വില്ലിന്റെ പെട്ടെന്ന് വില്ലിന്റെ പെട്ടെന്നാണ് ഭംഗി മഴവില്ല് 7 അവിടെ ഉണ്ട്. അപ്പൊ താഴെയുള്ളത് വായിക്കും. എന്ത്? ഹായ് എന്തൊരു ഭംഗി. ഹായ് എന്തൊരു ഭംഗി. അകലെ ആകാശത്ത് മനോഹരമായ ഒരു എന്ത്? മഴവില്ല്. പുലർച്ച വില്ലിന്റെ ആകൃതി. പിന്നെ എന്താ വേണ്ടേ? വില്ലിന്റെ. പുലർച്ചാന്നുള്ളതിന് ശേഷം വില്ലിന്റെ എഴുതുക. ഇവിടെ വില്ലിന്റെ പുലർച്ചാന്ന് കഴിഞ്ഞ് വില്ലിന്റെ എഴുതുക. എഴുതിയോ? അത് കഴിഞ്ഞ് പുലർച്ച വില്ലിന്റെ ആകൃതി 7 നിറങ്ങൾ. മഴവില്ലിന് 7 നിറങ്ങൾ അല്ലേ? 7 നിറങ്ങൾ. ഇവിടെ 7 നിറങ്ങൾ. അടുത്തെന്താ? എത്ര പെട്ടെന്നാണ് മാഞ്ഞു പോയത്. ആ ഡാഷിലിട്ട് എന്തെല്ലാം? പെട്ടെന്നാണ്. എത്ര പെട്ടെന്നാണ്. ഓക്കെ. അപ്പൊ എത്ര പെട്ടെന്നാണ് മാഞ്ഞു പോയത് അല്ലേ? അപ്പൊ എന്താ അത്? ഒന്നുകൂടി വായിക്കാം. ഇനി എന്നാണ് ഒരു മഴവില്ല് കാണുക അല്ലെ? ഒന്നുകൂടി വായിക്കാം, കൂട്ടി വായിക്കാം. ഹായ് എന്തൊരു ഭംഗി. അകലെ ആകാശത്ത് മനോഹരമായ ഒരു മഴവില്ല്. പുലർച്ച വില്ലിന്റെ ആകൃതി. 7 നിറങ്ങൾ. എത്ര പെട്ടെന്നാണ് മാഞ്ഞു പോയത്. എന്നാണ് ഒരു മഴവില്ല് കാണുക. കംപ്ലീറ്റ് ആയില്ലേ? അഫ്ലു കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ആ പാഠം കഴിഞ്ഞു അല്ലേ? 3 ലെസണും കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൻ ലീവ് ആയതുകൊണ്ടാണ്. അപ്പൊ നെക്സ്റ്റ് പാഠം 4. എല്ലാവരും ശ്രദ്ധിക്കണേ. എന്താ നമ്മുടെ പാഠത്തിന്റെ പേര്? കടലോരത്തെ കാഴ്ചകൾ. എവിടുത്തെ കടലോരത്തെ കാഴ്ചകളെ പറ്റിയാണ് പറയുന്നത് അല്ലെ? കടലോരത്ത് കാണുന്ന കാര്യങ്ങളെ കുറിച്ചാണ്, കണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഈ കഥയിൽ പറയുന്നത് അല്ലെ? കടല് കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഓക്കെ, എല്ലാവരും കടല് കണ്ടിട്ടുണ്ടല്ലേ? നമ്മൾ ഇവിടുന്ന് കടലിൽ പോയിട്ടുണ്ടായിരുന്നു അല്ലേ കഴിഞ്ഞ വർഷം? ഇല്ലേ? അപ്പൊ കടല് കണ്ടിട്ടുണ്ട്, അസ്തമയം കണ്ടിട്ടുണ്ട് നമ്മളന്ന് അല്ലേ? അപ്പൊ കടലില് തിരമാല കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് അല്ലേ? എല്ലാ കുട്ടികളും തിരമാലയെ പെട്ടു പിടിച്ചു നിൽക്കുമായിരുന്നു നമ്മൾ. ഓക്കെ അല്ലേ? നമ്മൾ കഴിഞ്ഞൊരു ടൂറിന് പോയ സമയത്ത് കടലിൽ പോയത് ഓർമ്മയില്ലേ എല്ലാവർക്കും? അപ്പൊ മനോഹരമായ ഒരു കാഴ്ചയാണ് അല്ലേ? കുട്ടികളെ സംബന്ധിച്ച് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അല്ലേ? നിങ്ങൾക്ക് കടല് കാണാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? കടല് കാണുമ്പോഴും തിരമാല കാണുമ്പോഴും ഒക്കെ അതിൽ തിരമാലയൊന്നും എന്താ പറയാ, ഒരു പേടി പോലും ഇല്ലാതെ അതിൽ കിഴിഞ്ഞു പോവുകയാണ് കുട്ടികൾ അല്ലേ? അപ്പൊ കടലും തിരമാലയും ഒക്കെ കുട്ടികളെ സംബന്ധിച്ച് നല്ലൊരു അനുഭവമാണ്, നല്ലൊരു കാഴ്ചയാണ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു കാഴ്ചകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? അപ്പൊ കടല് പറയുമ്പോ ഒരു അറിയാലോ എല്ലാ കുട്ടികൾക്കും. അപ്പൊ എന്താണ് ശ്രദ്ധിക്കണം എല്ലാവരും. പാഠത്തിലേക്ക് പോകണേ, ഒന്ന് വായിക്കുന്ന ശ്രദ്ധിക്കണം. റോഷൻ ആദ്യമായി കടൽ കാണുകയാണ്. ആരാ കാണുന്നത്? റോഷൻ അല്ലേ? റോഷൻ ആദ്യമായി കടൽ കാണുകയാണ്. പാപ്പയോടൊപ്പമാണ് യാത്ര. പഞ്ചാരമണ. കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ കാലുകൾ പൂണ്ടുപോകുന്നു. തീരത്തേക്ക് ഓടി വരുന്ന തിരമാലകൾ ഒന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പേ മറ്റൊന്ന്. മിസ് എല്ലാം വായിക്കാൻ ശ്രദ്ധിക്കണം, അത് കഴിഞ്ഞ് നമുക്ക് വിശദീകരിക്കാം കേട്ടോ. ഒരിടത്ത് ചെറിയ ബഹളം. കുറെ ആളുകൾ ചേർന്ന് ഒരു തോണി വെള്ളത്തിലേക്ക് തള്ളി ഇറക്കുന്നു. അതിനപ്പുറത്തുമുണ്ട് ഒരാൾക്കൂട്ടം. കരയ്ക്കടുത്ത തോണിയിലെ മത്സ്യം കാണാനുള്ള തിരക്കുമാണ്. നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന തോണികൾ. മീൻ കച്ചവടത്തിന്റെ ബഹളമാണ് അവിടെ. നടന്നവർ ആളും ബഹളവുമില്ലാത്ത ഒരിടത്തെത്തി.
അവൻ ബാപ്പയുടെ കൈവിട്ട് മണൽപ്പരപ്പിലൂടെ ഓടി. ദൂരെ ചെന്ന് കടൽ നോക്കി നിന്നു. എന്തൊരു വലിപ്പമാണ് കടലിനെ! നീല നിറത്തിൽ പരന്നങ്ങനെ കിടക്കുന്നു. അടങ്ങാത്ത തിരമാലകൾ. എത്രയെത്ര നുരകളാണ് ഓരോ തിരക്കുമൊപ്പം തുള്ളിച്ചാടി വരുന്നത്. ഊക്കൻ തിരകൾക്ക് പേടിപ്പിക്കുന്ന ശബ്ദവുമുണ്ട്. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കടൽക്കാക്കകൾ. അവയ്ക്കും മീതെ അനങ്ങാതെ പറക്കുന്ന പരുന്തുകൾ. പറന്നു ക്ഷീണിക്കുമ്പോൾ എവിടെയാണ് അവയൊന്ന് വിശ്രമിക്കുക? അവിടെങ്ങും ഒരു മരച്ചില്ല പോലും ഇല്ലല്ലോ. തിരകളിൽ ആടിയുലയുന്ന കറുത്ത തോണികൾ. അങ്ങകലെ ആകാശവും കടലും ഒന്നായി തീരുന്നു. ചുവന്നു തുടുത്ത സൂര്യൻ ആകാശത്ത് നിന്ന് വെള്ളത്തിലേക്ക് തൂങ്ങി നിൽക്കുന്നു. ഞെട്ടറ്റ് വീഴും പോലെ അത് കടലിൽ വീണു. എന്തു മനോഹരമായ കാഴ്ച! മോനെ, സൂര്യൻ അസ്തമിച്ചു. വാ, നമുക്ക് തിരിച്ചു പോകാം. ബാപ്പ റോഷനെ വിളിച്ചു. കടൽ കണ്ടു മതിയായില്ല. മടിച്ചു അവൻ കാറിൽ കയറി. പിന്നിൽ വിശാലമായി പരന്നു കിടക്കുന്ന കടൽ. കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അവൻ കടലിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇതാണ് നമ്മുടെ കഥ അല്ലെ. ഇത്രയേ ഉള്ളൂ, സിമ്പിള് ചെറിയ ഒരു കഥ അല്ലെ. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? റോഷനും ബാപ്പയും കടല് കാണാൻ പോയത് അല്ലേ? ഇതല്ലേ ഇതിൽ പറയുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു അവിടുത്തെ കാഴ്ചകള്? നമുക്ക് ഇതിലേക്ക് ശ്രദ്ധിക്കേ. റോഷൻ ആദ്യമായി കടൽ കാണാൻ, ആദ്യമായിട്ടായിരുന്നു ആ കുട്ടി കടൽ കാണാൻ പോകുന്നത് അല്ലേ റോഷൻ. അപ്പോ ബാപ്പയോടൊപ്പമാണ് യാത്ര. ബാപ്പേനെ അറിയില്ലേ? അച്ഛന് അല്ലേ? അച്ഛന്റെ കൂടെ ആയിരുന്നു യാത്ര. പഞ്ചാര മണൽ അറിയാലോ നിങ്ങൾക്ക്. മണല്, കടൽ തീരത്തെ മണല്. കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ കാലുകൾ പൂണ്ടുപോകുന്നു അല്ലെ. എന്ത് ചെയ്യും? നമ്മുടെ മണലിലൂടെ നടക്കുമ്പോൾ, പൂഴിപ്പരപ്പിലൂടെ നടക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ കാല് പൂണ്ടു പോകും അല്ലെ, നടക്കാൻ പറ്റാതെ. അപ്പൊ എന്ത് ചെയ്യുന്ന അതുപോലെ കടൽ തീരത്തു കൂടെ നടക്കുമ്പോൾ നമ്മുടെ കാലുകൾ എന്ത് ചെയ്യും? മേലെ പൂണ്ടു. അതുപോലെ കുട്ടിയുടെ കാലും പോയി അല്ലെ. അപ്പോഴേ തീരത്തേക്ക് ഓടി വരുന്ന തിരമാലകൾ. ഇങ്ങനെ തിരമാല ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കില്ലേ കടലിലേക്ക്. തീരത്തോടും പിന്നെ അത് തിരിച്ചു പോകും അല്ലെ. അങ്ങനെ എന്താ ആൻസൺ? ആൻസൺ, ലിസൺ ഹിയർ ആൻസൺ. വാട്ട് ആർ യു ഡൂയിങ്? എന്താ ചെയ്യുന്നേ മോനെ അവിടെ? ഓക്കെ. ഒരിടത്ത് ചെറിയ ബഹളം അല്ലെ. അപ്പൊ തിരമാലകൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ കടലില്. ഒറ്റയ്ക്ക് തിരമാല വരും, വീണ്ടും തിരിച്ചു പോകും അല്ലെ. ഒന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പേ മറ്റൊന്ന്. അങ്ങനെ കടല് കാണുന്നവർക്കും തിരമാല കാണുന്നവർക്കും അറിയാം അല്ലെ അത്. ഒരിടത്ത് ചെറിയ ബഹളം കേട്ടു അല്ലെ. കുറെ ആളുകൾ ചേർന്ന് ഒരു തോണി വെള്ളത്തിലേക്ക് തള്ളി ഇറക്കും അല്ലെ. എന്താ കണ്ടത്? കുറെ ആളുകൾ ചേർന്നിട്ട് ഒരു തോണി വെള്ളത്തിലേക്ക് തള്ളി ഇറക്കുന്നത് കണ്ടു അല്ലെ. അതിനപ്പുറത്തുമുണ്ട് ഒരാൾക്കൂട്ടം. കരക്കടുത്ത തോണിയിലെ മത്സ്യം കാണാനുള്ള തിക്കും തിരക്കുമാണ് അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കടൽ തീരത്ത് പോയിട്ട് മീൻ പിടിക്കുന്നിടത്ത് പോയിട്ടുണ്ടോ? അപ്പൊ കാണുവാടെ ഭയങ്കര കരക്കടുത്ത തോണിയിലത്തെ മത്സ്യം കാണാനുള്ള തിക്കും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അല്ലെ. നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന തോണികള്. മീൻ കച്ചവടത്തിന്റെ ബഹളമാണ്. അവിടെ എന്താ നടക്കുന്നത്? മീൻ കച്ചവടത്തിന്റെ, കടൽ തീരത്ത് മീൻ കച്ചവടത്തിന്റെ ബഹളമായിരുന്നു അല്ലെ. കണ്ടത് ഒരാൾക്കൂട്ടത്തിനെ കണ്ടു. അപ്പോ അവര് മീൻ കച്ചവടത്തിന്റെ ആൾക്കാരാണ് അല്ലെ. നടന്ന് അവർ ആളും ബഹളവും ഇല്ലാത്ത ഒരിടത്ത്. അവൻ എന്ത് ചെയ്തു? റോഷൻ അത് കഴിഞ്ഞ് അവൻ ബാപ്പയുടെ കൈ വിട്ട് മണൽപ്പരപ്പിലൂടെ ഓടി അല്ലെ. ഓടി കളിക്കാൻ തുടങ്ങി. മണൽപ്പരപ്പിലൂടെ ഓടാൻ തുടങ്ങി അല്ലെ. ദൂരെ ചെന്ന് കടൽ നോക്കി നിന്നു. ദൂരെ ചെന്നിട്ട് എന്ത് ചെയ്തു? കടൽ നോക്കി ഇങ്ങനെ രസിച്ചുകൊണ്ടിരുന്നു അല്ലെ. കടൽ തീരത്ത് ഇരിക്കാനും എല്ലാം ഒരു സുഖമുണ്ട് അല്ലെ. കുറച്ചൊരു സന്ധ്യ സമയത്ത് പോകണം അല്ലെ. ചൂടുള്ള സമയത്ത് പോയാൽ നമുക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. കുറച്ച് വൈകുന്നേരങ്ങളിൽ പോകണം അല്ലെ. അപ്പൊ എന്തായിരുന്നു? ഇപ്പൊ റോഷൻ ആദ്യമായിട്ട് കടൽ കാണുകയാണ് അല്ലെ. എന്തൊക്കെയാ കണ്ടത്? ഇപ്പൊ അവിടെ മീൻ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ കണ്ടു അല്ലെ. അത് കഴിഞ്ഞ് കുറെ നിർത്തിയിട്ടിരിക്കുന്ന തോണികൾ ഉണ്ടായിരുന്നു. അല്ല അതില് നടക്കുമ്പോ എന്ത് ചെയ്തു? കാല് പൂഴിയിൽ ഇങ്ങനെ താണു പോകുന്നുണ്ടായിരുന്നു അല്ലെ. മണൽപ്പരപ്പില് പോകുന്ന ഇതൊക്കെ അവിടെ കണ്ട കാര്യങ്ങള് അതില് ഉള്ളത് അല്ലെ. പിന്നെന്താ? നടന്നവർ ആളും ബഹളവും ഇല്ലാത്ത ഒരിടത്തെത്തി അല്ലെ. ആൾക്കാരൊന്നും ഇല്ലാത്തടത്തെത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ ബാപ്പയുടെ കൈ വിട്ടു. പാളും തിരക്കൊന്നും ഇല്ലാത്തടത്തെത്തിയ ബാപ്പയുടെ കൈയെല്ലാം വിട്ട് അവൻ മണപ്പരപ്പിലൂടെ ഓടി രസിക്കാൻ തുടങ്ങി അല്ലെ. ദൂരെ ചെന്നിട്ട് എന്ത് ചെയ്യും? കടല് നോക്കി രസിച്ചു. എന്തേ കുര്യൻ? എന്താ അവിടെ? എന്താ മോന്റെ കയ്യില്? ശ്രദ്ധിച്ചേ ഇങ്ങോട്ട്. അപ്പോ എന്തൊരു വലിപ്പമാണ് കടലിൽ. കടലിൽ എങ്ങനെയാ? നല്ല വലിപ്പമുണ്ട് അല്ലെ. നീല നിറത്തിൽ അങ്ങനെ പരന്ന് കിടക്കുന്നു. നീല കളറിൽ എന്ത് ചെയ്യുന്നു?
പരന്നങ്ങനെ വിശാലമായിട്ട് കടല് കിടക്കുകയാണ് അല്ലെ. അടങ്ങാത്ത തിരമാലകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്ന് വരും പോവും വരും പോവും അങ്ങനെ അടങ്ങാത്ത തിരമാലകളെ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ തിരമാലകള് വരുന്നു പോകുന്നു അല്ലെ. എത്ര നുരകളാണ് ഓരോ തിരക്കുമൊപ്പം തുള്ളിച്ചാടി വരുന്നത് അല്ലെ. നിങ്ങൾ കടൽ കണ്ടവർക്ക് അറിയാം അല്ലെ. അത് ഊക്കൻ തിരകൾക്ക് പേടിപ്പിക്കുന്ന ശബ്ദമുണ്ട്. ഒച്ചയുണ്ടാവൂലേ തിരകൾക്ക്? തിരമാലകൾ വരുമ്പോ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും അല്ലെ വരുക. ഓക്കെ, ശബ്ദവും ഉണ്ട്. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കടൽക്കാക്കകൾ. കടൽക്കാക്കകളെ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഒന്ന് കാണുന്നുണ്ടില്ല എന്തോ പിക്ചറില്. കടൽക്കാക്കകൾ ഉണ്ടല്ലോ ആകാശത്ത് അല്ലെ. പിന്നെയോ അവയ്ക്കും മീതെ അനങ്ങാതെ പറക്കുന്ന പരുന്തുകളാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഈഗിൾ, പരുന്തുകൾ അല്ലെ. പറന്ന് ക്ഷീണിക്കുമ്പോൾ എവിടെയാണ് അവയൊന്ന് വിശ്രമിക്കുക അല്ലെ. കടലിങ്ങനെ വിശാലമായി കിടക്കുമ്പോ ഈ പക്ഷികൾക്കൊന്നും ഇരിക്കാൻ സ്ഥലമില്ല അല്ലെ. അതാ പറഞ്ഞത്. പറന്ന് ക്ഷീണിക്കുമ്പോൾ എവിടെയാണ് അവയൊന്ന് വിശ്രമിക്കുക, റെസ്റ്റ് എടുക്കുക എവിടെയാണ്? അവിടെ എങ്ങോ ഒരു മരച്ചില്ല പോലും ഇല്ല. ഫുള്ള് കടലിങ്ങനെ നീണ്ടു പറഞ്ഞ് കിടക്കുകയാണ് അല്ലെ. മരച്ചില്ലകളൊന്നും ഇല്ല. എവിടെയാണ് ഈ പക്ഷികൾ വിശ്രമിക്കുക? തിരകളിൽ ആടി ഉലയുന്ന കറുത്ത തോണികൾ അല്ലെ. തിരകളില് തോണികൾ ഇങ്ങനെ ആടി ഒലിഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു കടൽ തീരത്ത് ആര് റോഷൻ കണ്ടത് അല്ലെ. പാപ്പയുടെ കൂടെ പോയ റോഷൻ ഇതൊക്കെയാണ് കാണുന്നത് അല്ലെ. റോഷൻ ആദ്യമായിട്ടാണ് കടല് കാണുന്നത്. ഇതൊക്കെയാ കണ്ടത്. ആദ്യം ബഹളം എന്ത് കിട്ടു? ഒരു ആൾക്കൂട്ടം കണ്ടു. അവിടെ പോയി നോക്കുമ്പോ അത് മീൻ പിടിക്കുന്നവരുടെ ബഹളമാണ് അല്ലെ. മീൻ കാണാൻ വന്നവരുണ്ട് അല്ലെ. അതൊക്കെ കഴിഞ്ഞ് അവര് രണ്ടുപേരും ആൾക്കൂട്ടം ഇല്ലാത്ത സ്ഥലത്തേക്ക് പോയി അല്ലെ. അവിടുന്ന് അവൻ മനപ്പരപ്പിലൂടെ ഓടി. പിന്നെ എന്ത് ചെയ്തു? എന്നിട്ട് ദൂരെ പോയി നിന്ന് കടലിൽ നോക്കി അല്ലെ. കടൽ നോക്കി എന്തൊക്കെയാ കണ്ടത്? അപ്പൊ കണ്ട കാഴ്ചകളാണ് പിന്നെ പറഞ്ഞത്. എന്തൊരു വലിപ്പമാണ് കടലിന്. നീല നിറത്തില് പരന്നങ്ങനെ കിടക്കുകയാണ് അല്ലെ. അടങ്ങാത്ത തിരമാലകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? ഊക്കൻ തിരകൾക്ക് പേടിപ്പിക്കുന്ന ഒരു ശബ്ദവുമുണ്ട്. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കടൽക്കാക്കൾ. അതിനു മുകളിലായി പറക്കുന്ന എന്ത്? പരുന്ത് അല്ലെ. അപ്പോ അതിനു മുമ്പായി പറക്കുന്ന എന്താ? അവയ്ക്കും മീതെ അനങ്ങാതെ പറക്കുന്ന പരുന്തുകൾ ഉണ്ട് അല്ലെ. പിന്നെയോ ക്ഷീണിക്കുമ്പോൾ ഇതൊക്കെ എവിടെയാ വിശ്രമിക്കുക എന്നാണ് ഇതിൽ ചോദിക്കുന്നത് അല്ലെ. മരച്ചില്ല പോലും ഉണ്ടാവില്ല അല്ലെ, പരന്ന് കിടക്കുന്നോണ്ട്. തിരകളിൽ ആടിയിലുന്ന കറുത്ത തോണികളും ഉണ്ട്. പിന്നെന്താ പറയുന്നത്? അങ്ങകലെ ആകാശവും കടലും ഒന്നായി തീരുന്നു. ചുവന്നു തുടുത്ത സൂര്യൻ ആകാശത്ത് നിന്ന് വെള്ളത്തിലേക്ക് തൂങ്ങി നിൽക്കുന്നു. സൂര്യനെ നിങ്ങള് കടലിൽ നമ്മൾ അന്ന് അസ്തമയം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അന്ന് കഴിഞ്ഞ പ്രാവശ്യം കടലിൽ പോയ സമയത്ത് അസ്തമയൊക്കെ കണ്ടിട്ടായിരുന്നു അന്ന് അല്ലെ. അപ്പോ അങ്ങകലെ ആകാശവും കടലും ഒന്നായി തീരുന്നു അല്ലെ. അങ്ങനെ തോന്നുന്നു നമുക്ക് അല്ലെ. പിന്നെയോ ചുവന്നു തൊടുത്ത സൂര്യൻ, സന്ധ്യാസമയത്ത് സൂര്യൻ ഞാൻ ചുവന്നു തൊടുത്തിട്ടുണ്ടാവും അല്ലെ. ആകാശത്ത് നിന്ന് വെള്ളത്തിലേക്ക് തൂങ്ങി നിൽക്കുന്നു. ഞെട്ടറ്റ് വീഴും പോലെ അത് കടലിൽ വീണു. എന്ത് മനോഹരമായ കാഴ്ച. അസ്തമയം കാണാൻ നല്ല ഭംഗിയാണ് അല്ലെ, സൂര്യാസ്തമയം. മോനെ, സൂര്യൻ അസ്തമിച്ചു. അപ്പൊ അസ്തമം അത് കടലിൽ വീണ് ഞെട്ടറ്റ് വീഴും പോലെ അത് കടലിൽ വീണു അല്ലെ. എന്തൊരു മനോഹരമായ കാഴ്ചയാണെന്നാ പറയുന്നത്. അപ്പൊ സൂര്യാസ്തമയം കടലിനടുത്ത് പോയി ഇന്ന് കാണാൻ നല്ല രസമാണ് അല്ലേ. അപ്പൊ അത് കാണാൻ അതെന്ത് നല്ല മനോഹരമായ കാഴ്ചയാണെന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ മോനെ, സൂര്യൻ അസ്തമിച്ചു, വാ നമുക്ക് തിരിച്ചു പോകാം എന്ന് ആര് പറഞ്ഞു? ബാപ്പ പറഞ്ഞു അല്ലെ റോഷനോട്. അപ്പൊ ബാപ്പ റോഷനെ വിളിച്ചു. കടൽ കണ്ടു മതിയായില്ല ആർക്ക്? റോഷനെ കടല് കാണുന്നത് ഒരു പ്രത്യേക സുഖമായിരുന്നു. അതുകൊണ്ട് അത് കണ്ട് മതിയായില്ല അല്ലെ, വരാൻ തോന്നുന്നില്ല. മടിച്ചു അവൻ കാറിൽ കയറി. പിന്നിൽ വിശാലമായി പരന്നു കിടക്കുന്ന കടൽ. എന്നിട്ടും അവരുടെ ശ്രദ്ധ എങ്ങോട്ടാ? പിന്നിൽ വിശാലമായി പരന്നു കിടക്കുന്ന കടലിലേക്കായിരുന്നു അല്ലെ. കണ്ണിൽ നിന്ന് മറയുന്നവരെ അവൻ കടലിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ കടല് അവന് മറക്കാനാവാത്ത ഒരു സംഭവമായിരുന്നു അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയായിരുന്നോ? കടലിന് തിരിച്ചു വരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ലേ? കടല് കാണാൻ പോയാല് നിങ്ങൾ അവിടെ തന്നെ മടിച്ചാണോ വരുക? എല്ലാവർക്കും ഇഷ്ടമാണോ കടല് കാണാൻ? എറിക്കിനല്ല, എറിക്ക് വേഗം വരാൻ നിൽക്കും അല്ലെ. എറിക്ക് പ്ലീസ് അൺമ്യൂട്ട് എറിക്ക്.
എരിക്കിന് കടൽ കാണാൻ ഇഷ്ടമായിരുന്നില്ലേ എറിക്ക്? അല്ലേ? അപ്പൊ ഒന്ന് നോക്കണം, കണ്ടു നോക്കണം കേട്ടോ. സൂര്യാസ്തമയം കാണാൻ നല്ല ഭംഗിയാണ് ഈ പറഞ്ഞണൊക്കെ കേട്ടോ. ചുവന്ന് തൊടുത്ത സൂര്യനൻ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഞെട്ടിട്ട് വീഴുമ്പോൾ നിൽക്കുന്നൊക്കെ കാണാൻ പറ്റും അല്ലേ? അപ്പൊ നമ്മുടെ കടലോരത്തെ കാഴ്ചകൾ എന്ന പാഠത്തില് അന്നക്ക് ഇഷ്ടമാണ് അല്ലേ? അന്ന കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. അപ്പൊ ഷക്സാദിനി ഒക്കെ ഇഷ്ടാണല്ലേ? അപ്പൊ കടലോരത്തെ കാഴ്ചകളെ പറ്റിയാണല്ലേ നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലായോ? ഇഫ്രക്ക് ഇഷ്ടാണ്. അപ്പൊ മിസ് ഇത് ഒന്നുകൂടി വായിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പൊ റോഷൻ ആദ്യമായി കടൽ കാണുകയാണ്. ബാപ്പയോടൊപ്പമാണ് യാത്ര. പഞ്ചാര മണൽ. കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ കാലുകൾ പൂണ്ടുപോകുന്നു. തീരത്തേക്ക് ഓടി വരുന്ന തിരമാലകൾ. ഒന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പേ മറ്റൊന്ന് അല്ലേ? ഒന്നിനു മുമ്പേ ഒന്നായി ഇങ്ങനെ തിരമാലകൾ വന്നുകൊണ്ടിരുന്നു. ഒരിടത്ത് ചെറിയ ബഹളം. കുറെ ആളുകൾ ചേർന്ന് ഒരു തോണി വെള്ളത്തിലേക്ക് തള്ളിയിറക്കുന്നു. അതിനപ്പുറത്തുമുണ്ട് ഒരാൾക്കൂട്ടം. കരക്കെടുത്ത തോണിയിലെ മത്സ്യം അല്ലെ? എന്തായിരുന്നു അതില്? കരക്കെടുത്ത തോണിയിലെ മത്സ്യം. അത് കാണാനുള്ള തിക്കും തിരക്കുമാണ്. നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന തോണികൾ. മീൻ കച്ചവടത്തിന്റെ ബഹളമാണ് അവിടെ. നടന്ന് അവർ ആളും ബഹളവും ഇല്ലാത്ത ഒരിടത്തെത്തി. അവൻ ബാപ്പയുടെ കൈവിട്ട് മണൽപ്പരപ്പിലൂടെ പോയി. ദൂരെ ചെന്ന് കടൽ നോക്കി നിന്നു അല്ലേ? മനസ്സിലായില്ലേ എല്ലാവർക്കും? ഇതുവരെ മനസ്സിലായോ? എന്തൊരു വലിപ്പമാണ് കടൽ! നീല നിറത്തിൽ പരന്നങ്ങനെ കിടക്കുന്നു. അടങ്ങാത്ത തിരമാലകൾ. എത്രയെത്ര നുരകളാണ് ഓരോ തിരക്കുമൊപ്പം തുള്ളിച്ചാടി വരുന്നത് അല്ലേ? ഊക്കൻ തിരകൾക്ക് പേടിപ്പിക്കുന്ന ശബ്ദവുമുണ്ട്. തിരമാലകൾ വരുമ്പോ നല്ല ശബ്ദം ഉണ്ടാവും അല്ലേ? ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കടൽക്കാക്കകൾ. അവയ്ക്കും ഇരനങ്ങാതെ പറക്കുന്ന പരുന്തുകൾ. അവിടെ എങ്ങും പറന്നു ക്ഷീണിക്കുമ്പോൾ എവിടെയാണ് അവയൊന്ന് വിശ്രമിക്കുക? അവിടെ എങ്ങും ഒരു മരച്ചില്ല പോലും ഇല്ലല്ലോ. തിരകളിൽ ആടിയിലെന്ന കറുത്ത തോണികൾ. അങ്ങകലെ ആകാശവും കടലും ഒന്നായിത്തീരുന്നു. ചുവന്നു തൊടുത്ത സൂര്യൻ ആകാശത്ത് നിന്ന് വെള്ളത്തിലേക്ക് തൂങ്ങി നിൽക്കുന്നു. ഞെട്ടറ്റ് വീഴും പോലെ അത് കടലിൽ വീഴും. എന്ത് മനോഹരമായ കാഴ്ച! മോനെ, സൂര്യൻ അസ്തമിച്ചു. വാ, നമുക്ക് തിരിച്ചു പോകാം. ബാപ്പ റോഷനെ വിളിച്ചു. കടൽ കണ്ടു മതിയായില്ല. മടിച്ചവൻ കാറിൽ കയറി. പിന്നിൽ വിശാലമായി പരന്നു കിടക്കുന്ന കടൽ. കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അവൻ കടലിനെ തന്നെ നോക്കിക്കൊണ്ടു. മനസ്സിലായോ എല്ലാവർക്കും പാഠം? ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് ഈ കടലോരത്തെ കാഴ്ചകൾ പറഞ്ഞോന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ ഇതൊന്ന് ആരാ വായിക്കുന്ന ഈ പാഠം? ആദ്യമായിട്ട് ആരാ വായിക്കുന്നത് പാഠം? ഓക്കെ, അനീറ്റ ഫിലിപ്പ്. അനീറ്റ, പ്ലീസ് അൺമ്യൂട്ട്. വായിച്ചു. റോഷൻ ആദ്യമായി കടൽ കാണുകയാണ്. ബാപ്പയോടൊപ്പം പഞ്ചാര മണൽ കടൽ തീരത്തുകൂടി നടക്കുമ്പോൾ പോകുന്നു. തീരത്തേക്ക് ഓടി വരുന്ന തിരമാലകൾ ഒന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പേ മറ്റൊന്ന്. ചെറിയ ബഹളം ചേർന്ന് ഒരു തോണി വെള്ളത്തിലേക്ക് തള്ളിയിറക്കുന്നു. പുറത്തുമുണ്ട് കൂട്ടം. ഓക്കെ. കരക്കെടുത്ത തോണിയിലെ മത്സ്യം കാണാനുമുള്ള തിക്കും തിരക്കുമാണ്.
നിർത്തിയിട്ടിരിക്കുന്ന തോണികൾ മീൻ കച്ചവടത്തിന്റെ ബഹളമാണ് അവിടെ നടന്നവർ ആളും ബഹളവും ഇല്ലാത്ത ഒരിടത്തെത്തി ബാപ്പയുടെ കൈവിട്ട് ഓടി ദൂരെ ചെന്ന് നോക്കുന്നു. എന്തൊരു വലിയ നീല നിറത്തിൽ പരന്ന് അടങ്ങാത്ത തിരമാലകൾ. എത്ര നുരകളാണ് എത്ര നുരകളാണ് ഓരോ തിരയ്ക്കുമൊപ്പം തുള്ളിച്ചാടി വരുന്നത്. ഊക്കൻ തിരമാലകൾക്കും പേടിപ്പിക്കുന്ന ശബ്ദമുണ്ട്. ആകാശത്ത് പറക്കുന്ന കടൽ അവയ്ക്കും മീതെ അനങ്ങാത്ത പരുന്തുകൾ ഇരിക്കുമ്പോൾ എവിടെയാണ് അവയൊന്ന് വിശ്രമിക്കുക. അവിടെങ്ങും മരച്ചില്ല പോലും ഇല്ല. തീരക്കളിൽ ലയുന്ന കറുത്ത തോണികൾ ആകാശവും കടലും ഒന്നായി തീരുന്നു. ചുവന്നു തൊടുത്ത ആകാശത്ത് വെള്ളത്തിലേക്ക് നിൽക്കുന്നു. പോലെ കടലിൽ എന്തു മനോഹരമായ കാഴ്ച. മോനെ സൂര്യൻ അസ്തമിച്ചു. തിരിച്ചു പോകാം. റോഷനെ വിളിച്ചു. കടൽ കണ്ടു മതിയായില്ല. അവർ കാറിൽ കയറി. പിന്നെ വിശാലമായ പരന്ന കിടക്കുന്ന കടൽ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ അവൻ കടലിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഓക്കേ, നെക്സ്റ്റ് ആരാ? ജുവല. നമ്മുടെ സമയം ഏകദേശം കഴിയാറായേ, ചിലപ്പോ കട്ടാവുവേ. ഓക്കെ, ജുവൽ സ്റ്റാർട്ട് ചെയ്തോ. പ്ലീസ് അൺമ്യൂട്ട്. റോഷൻ ആദ്യമായി കടൽ കാണുകയാണ്. ബാപ്പയോടൊപ്പമാണ്
പഞ്ചാരമണയിൽ കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ കാലുകൾ കൊണ്ടുപോകുന്നു. തീരത്തേക്ക് ഓടി വരുന്ന തിരമാലകൾ ഒന്നും തിരിച്ചു പോകുന്നതായി മറ്റൊന്ന്. ഒരിടത്ത് ചെറിയ ബഹളം. കുറെ ആളുകൾ ചേർന്ന് ഒരു തോണി വെള്ളത്തിലേക്ക് തള്ളിയിറക്കുന്നു. അതിന് പുറത്തുമുണ്ട് ഒരാൾക്കൂട്ടം. എടുത്ത് തോണിയിൽ മത്സ്യം കാണുന്നുള്ള തിരക്കുമാണ് നിരനിരയായി നിരത്തിയിരിക്കുന്ന തോണികൾ. മീൻ കച്ചവടത്തിന്റെ ബഹളമാണ് അവിടെ നടന്ന് ആളുകൾ ബഹളമില്ലാത്ത ഒരിടത്തെത്തി. അവൻ ബാപ്പയുടെ കൈ വിട്ടു മണൽ പരപ്പിലൂടെ ഓടി ദൂരെ ചെന്ന് കടൽ നോക്കി നിന്നു. എന്തൊരു വലിപ്പമാണ് കടലിന്! നീല നിറത്തിൽ പരന്നിങ്ങനെ കിടക്കുന്നു. അടങ്ങാതെ തിരമാലകൾ. എത്ര നൂറുകളാണ് ഓരോ തിരക്കുമൊപ്പം തുള്ളിച്ചാടി വരുന്നത്. ഊക്കൻ തിരകൾക്കു പേടിപ്പിക്കുന്ന ശബ്ദമുണ്ട്. ആകാശത്തു വട്ടമിട്ട് പറക്കുന്ന കടൽ കാക്കകൾ. അവയ്ക്കും മീതെ അനങ്ങാതെ പറക്കാൻ പരുന്തുകൾ. പറന്നു നിൽക്കുമ്പോൾ എവിടെയാണ് അവയൊന്ന് വിശ്രമിക്കുക? എവിടെയെങ്ങും ഒരു മരച്ചില്ല പോലും ഇല്ലല്ലോ. ഇരകളിൽ ആടിയുലയുന്ന കറുത്ത തോണികൾ. അങ്ങകലെ ആകാശവും കടലും ഒന്നായി തീരുന്നു. ചുവന്ന തടുത്ത സൂര്യൻ ആകാശത്തു നിന്നു വെള്ളത്തിലേക്ക് തൂങ്ങി നിൽക്കുന്നു. നെട്ടറ്റു വീഴും പോലെ ആകാശത്ത് അത് കടലിൽ വീണു. എന്ത് മനോഹരമായ കാഴ്ച! മോനെ, സൂര്യൻ അസ്തമിച്ചു. വാ, നമുക്ക് തിരിച്ചു പോകാം. ബാപ്പ റോക്ഷരെ വിളിച്ചു. കടൽ കണ്ട് മതിയായില്ല. മടിച്ച് അവൻ കാറിലേക്ക് കയറി. പിന്നിൽ വിശാലമായ പരന്ന് കിടക്കുന്ന കടലിൽ നിന്നും മറയുന്നതുവരെ കടലിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു. എല്ലാ മക്കളും ഇത് ഒരു 3 പ്രാവശ്യെങ്കിലും വായിക്കണം കേട്ടോ. എല്ലാവരും വായിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം എല്ലാ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കേ. പിന്നെ വായിച്ചവരല്ലാതെ മറ്റുള്ള കുട്ടികൾ ഇനി അടുത്ത ദിവസം വായിക്കണേ. ഓക്കെ, നമ്മുടെ ടൈം കഴിഞ്ഞു. അപ്പൊ എല്ലാവരും നല്ലപോലെ വായിക്കണേ. ഓക്കെ, ബൈ. See you. Bye. എല്ലാവരും വായിക്കണേ മക്കളെ.